സാർ, ഈ വാമനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഈ മഹാബലിയെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ഓണത്തെക്കുറിച്ച്, തിരുവോണത്തെക്കുറിച്ച് അതൊക്കെ വിശദമായിട്ട് സാറ് പറയാമെന്ന് പറഞ്ഞിരുന്നു. മഹാബലിയെ പറ്റി പറയുമ്പോൾ മഹാബലി പ്രഹ്ലാദന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പ്രഹ്ലാദനെ എല്ലാവരും അറിയില്ലേ? ഹിരണ്യകശിപുവിന്റെ കഥയൊക്കെ. അതെ. പിന്നെ നരസിംഹമൂർത്തി ഇല്ലേ? പ്രഹ്ലാദനെ കൊല്ലാൻ ഹിരണ്യകശിപു വിഷ്ണു ഭക്തനാണ്. പ്രഹ്ലാദൻ എന്നുള്ളതുകൊണ്ട് ഹിരണ്യകശിപു ഇല്ലേ? സ്വന്തം പിതാവ് തന്നെ കൊല്ലാൻ നിയോഗിക്കുന്നതാണ് നരസിംഹമൂർത്തി. പിന്നെ നരസിംഹമൂർത്തിയെ ശരിയാക്കുന്നതാണ് പ്രഹ്ലാദൻ. അപ്പോൾ വിഷ്ണു ഭക്തനും അസുര ചക്രവർത്തിയുമായ പ്രഹ്ലാദനെ എല്ലാവർക്കും അറിയാം. ധാരാളം കഥകൾ പ്രഹ്ലാദൻ്റെ വന്നിരിക്കുന്നു. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് മഹാബലി. അതല്ലാതെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പോൾ ഹിരണ്യകശിപുവിൻ്റെ രാജ്യം ഈ ഡക്കാൻ മേഖലയൊക്കെയാണ്. ഈ ആന്ധ്രയിലെ കുർണൂൽ അഹോബിലത്ത് ഒരു നരസിംഹ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ അഹോബിലത്തിൽ മാത്രമാണ്, നമ്മൾ പലയിടത്തും പോകുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാത്തതാണ്, പല സ്ഥലത്തും പല പ്രധാനപ്പെട്ട സംഗതികൾ ഒളിച്ചു കിടപ്പുണ്ട്. ഈ അഹോബിലത്തിലാണ് 9 ഭാവങ്ങളുള്ള നരസിംഹമൂർത്തി ഉള്ളത്. ലോകത്തിൽ ഇങ്ങനൊരു നരസിംഹ പ്രതിഷ്ഠ അവിടെ മാത്രമാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ അയ്യപ്പൻ ഇരിക്കുന്നത് പോലെ നരസിംഹമൂർത്തി ഇരിക്കുന്നത് ഹംപിയിലുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഉണ്ട്. അതെ. അല്ലാതെ അയ്യപ്പൻ്റെ മാത്രമല്ല ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ പ്രഹ്ലാദൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ചക്രവർത്തിയാണ് മഹാബലി. അപ്പോൾ പ്രഹ്ലാദന് ശേഷം വന്ന വിരോചനനും വിഷ്ണു ഭക്തനായിരുന്നു. ഇവർ പരമ്പരാഗതമായി വിഷ്ണു ഭക്തന്മാരാണ്. അപ്പോൾ വിരോചനൻ്റെ മകൻ മഹാബലി നീതിമാനൊക്കെ ആയിരുന്നു. അത്യാവശ്യം പ്രജകൾക്ക് താല്പര്യമൊക്കെ ഉള്ള ആളുമൊക്കെ ആയിരുന്നു. ശുക്രാചാര്യരായിരുന്നു ഗുരു. ശുക്രാചാര്യർ പലരുടെയും ഗുരുവായിട്ട് നമ്മൾ പുരാണങ്ങളിൽ വായിക്കാറുണ്ട്. ശുക്രാചാര്യർ ഈ ആദിയുടെ കഥയിലുമൊക്കെ കാണാം. അപ്പോൾ ഭരിച്ചിരുന്ന സ്ഥലം ശരിക്കും ഈ രാജധാനി എന്നൊക്കെ പറയുന്നത് മഹാബലിയുടെ വിന്ധ്യ സത്പുര, അതായത് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും ഇന്നത്തെ അതിർത്തിയിലാണ് വിന്ധ്യ സത്പുര. അവിടെ വരെ സാമ്രാജ്യം നീണ്ടു കിടന്നിരുന്നു. വിന്ധ്യ സത്പുര വരെ പ്രജകൾ ഒരുപാട് സമ്പത്തുണ്ടായല്ലോ. മഹാബലിയുടേത് നല്ല ഒന്നാന്തരം ഭരണം, എല്ലാവരും ഹാപ്പിയാണ്, ഒരുപാട് സമ്പത്തുണ്ട്. സമ്പത്തുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർക്ക് സംഭവിക്കുന്നത് അഹങ്കാരം വന്നു. മഹാബലിക്കും വന്നു. അങ്ങനെ അഹങ്കാരത്തിൽ എല്ലാവരും മതിമറന്നപ്പോൾ അവർ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം മറന്നു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണെന്ന് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നും ദാനധർമാദി കാര്യങ്ങളില്ലേ, ഇതൊക്കെ മറന്നു. കർമ്മം മറന്നു, സ്വധർമ്മം മറന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധർമ്മരക്ഷ വേണമല്ലോ. ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വാമനാവതാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇന്ദ്രാദി ദേവതകൾ വിഷ്ണുവിനോട് ചെന്ന് സങ്കടം പറഞ്ഞു. ഇങ്ങനെ മഹാബലിയുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു, അങ്ങേര് തന്നെ ഇന്ദ്രനാകാനും സ്വർഗത്തിൻ്റെ അതിദേവനാകാനും ഒക്കെ ആഗ്രഹിക്കുന്നു, യാഗങ്ങളൊക്കെ നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും കാണാറില്ലേ ഇങ്ങനെ. ഇപ്പം അയ്യപ്പ മഹാസംഗമം എന്നൊക്കെ കാണാറില്ലേ, പല ഉദ്ദേശങ്ങൾ വെച്ചിട്ട്. അപ്പം അങ്ങനെ കർമ്മം, സ്വധർമ്മം, ധർമ്മക്ഷയമൊക്കെ ഉണ്ടായപ്പോൾ ഇന്ദ്രാദി ദേവതകൾ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് സങ്കടം ഉണർത്തിച്ചു. അപ്പം ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഭഗവാൻ വിഷ്ണു തീരുമാനിച്ച് വാമനനായി അവതരിക്കുകയാണ്. ഈ നമ്മുടെ ദശാവതാരങ്ങളിൽ മധ്യഭാഗത്താണ് വാമനൻ വരുന്നത്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യാവതാരമാണ് വാമനൻ. മത്സ്യകൂർമ്മം എന്നൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തില്ലേ. അപ്പോൾ ഭൃഗുകച്ചം, ഇന്നത്തെ ബാഹ്റുച്ച്, ഗുജറാത്തിലെ ബാഹ്റുച്ച്, അതാണ് ഭൃഗുകച്ചം എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ യാഗവും കാര്യങ്ങളും വാമനാവതാരവും ഒക്കെ നടന്ന സ്ഥലം. വാമനാവതാരം, മഹാബലിയുടെ ത്യാഗം ഒക്കെ നടന്നത്. അപ്പോൾ ഭൃഗുകച്ചത്തിൽ സാമ്രാജ്യം വിപുലമാക്കാൻ വേണ്ടി മഹാബലി
അന്ന് മഹാബലി എന്നില്ല, ബലി എന്നേ ഉള്ളൂ. ബലി അശ്വമേധയാഗം നടത്താൻ നടത്തുകയാണ്. അപ്പോൾ ശ്രാവണം എന്ന് പറഞ്ഞാൽ ചിങ്ങം, ശ്രാവണത്തിലെ തിരുവോണ നാളിൽ വാമനൻ അവിടെ ബ്രാഹ്മണ ഭിക്ഷുവായി എത്തി. ബ്രാഹ്മണ ഭിക്ഷുക്കൾക്ക് ചോദിക്കുന്നത് ദാനം കൊടുക്കണ്ടേ? അതെ. അപ്പോൾ തിരുവോണ നാളിലാണ് വാമനാവതാരം, അതാണ് തിരുവോണം. എന്നിട്ട് ചോദിച്ചു, എന്താ വേണ്ടേ? ഇങ്ങനെ എൻ്റെ രാജ്യത്ത് ഭിക്ഷുക്കളോ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, അപ്പോൾ അത് നമുക്ക് അവസാനിപ്പിക്കാം, എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ 3 അടി ധ്യാനത്തിന് 3 അടി വേണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. എവിടെ നിന്ന് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു ബലി. 1-ാമത്തെ അടിയിൽ ഭൂമി, 2-ാമത്തെ അടിയിൽ ആകാശം, 3-ാമത്തെ അടിയോ എന്നുള്ള ആകാശവും ഭൂമിയും കീഴടക്കിയല്ലോ, അപ്പോൾ 3-ാമത്തെ അടിയോ. അപ്പോൾ സംഗതി മനസ്സിലായി ബലിക്ക്. ബലി എന്നിട്ട് പ്രാർത്ഥനാപൂർവം ശിരസ് കുനിച്ചു. അപ്പോഴാണ് ശിരസിലേക്ക് കാൽ വയ്ക്കുന്നത്. അതൊരു ശിക്ഷയായിട്ടല്ല, നമ്മളിവിടെയൊക്കെ പറയുന്ന കഥകളിലെ പോലെയല്ല. 3-ാമത്തെ അടിയിൽ അഹന്ത ശമിച്ച് കഴിഞ്ഞല്ലോ, അതെ, ശിരസ് കുനിക്കുന്നതോടുകൂടി. അപ്പോൾ ശിരസിൽ തൃപ്പാദം വെക്കുന്നു. ആ തൃപ്പാദം വെക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ്. ബലിക്ക് അമരത്വം കൊടുക്കുകയാണ്. അപ്പോഴാണ് ബലി മഹാബലി ആകുന്നത്. അപ്പോൾ ഇന്നു മുതൽ നീ മഹാബലി എന്നറിയപ്പെടും എന്ന് വരം കൊടുക്കുകയാണ്. അടുത്ത മന്വന്തരത്തിൽ, സവർണി മന്വന്തരത്തിൽ നീ ഇന്ദ്രനാകും എന്ന് പറയുന്നു. എന്നിട്ട് അയക്കുന്നത് സുധലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് സ്വർഗത്തേക്കാൾ വലിയ, സ്വർഗത്തേക്കാൾ സുന്ദരമാണ് സുധലം. ആ സുധലത്തിൽ മഹാബലിയുടെ കാവൽക്കാരനായിട്ടിരിക്കുകയാണ് വാമനൻ. അതാണ് വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രാഹ്മൺ ഹെജിമണിയും മഹാബലിയെ ശിക്ഷിച്ചയക്കലൊന്നുമല്ല. സ്വർഗത്തിലേക്കാൾ വലിയ സുധലത്തിലേക്ക് അയച്ചിട്ട്, മറ്റേ ഭാഗവതത്തിലെ കഥയാണ് പറയുന്നത്, പാതാളത്തിലേക്കൊന്നുമല്ല, സുധലത്തിലേക്ക് അയച്ചിട്ട് അവിടെ ബലിയുടെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ് വാമനൻ. അങ്ങനെയാണ് ഭാഗവതത്തിലെ കഥ. അപ്പൊ അങ്ങനെ തിരുവോണം അല്ലേ, വാമനാവതാര ദിവസം. പിന്നെ ബലിയുടെ പാരമ്പര്യം അവകാശപ്പെട്ടിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആന്ധ്രയിൽ ബാണർ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്രവർഗമുണ്ട്, ബലിയുടെ പാരമ്പര്യത്തിലുള്ളവരാണെന്ന്. അവരൊരു 9-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ പല നാടുകളും ഭരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ നിന്ന് ഒരു മാവേലി എന്ന് പറഞ്ഞൊരാൾ കേരളത്തിലെ കൊയ്ത്തുത്സവമായിട്ട് ഈ വാമനനും മഹാബലിയുടെയും തിരുവോണ ദിവസം ബന്ധിപ്പിക്കുകയാണെന്ന് ചിലർ പറയുന്നുണ്ട്. പിന്നെ വാമനൻ കശ്യപൻ്റെയും അതിഥിയുടെയും മകനാണ്. വിഷ്ണു അവതാരങ്ങളിൽ ആദ്യത്തെ മനുഷ്യരൂപമാണ്. ബലിയെ സുതലത്തിലേക്ക് അയക്കാനുള്ള അവതാരമായിരുന്നു. സ്വർഗം കീഴടക്കാൻ വേണ്ടിയിട്ടായിരുന്നു മഹായാഗം. നമ്മുടെ ബലിയുടെ സ്വർഗം കീഴടക്കുക എന്നുള്ളതാണല്ലോ, അത് ദേവന്മാര് സമ്മതിക്കില്ല, നൊഴിഞ്ഞു കയറ്റല്ലേ. പുട്ടിന് ഉക്രൈനിലേക്ക് കയറുന്നത് പോലെയാണല്ലോ, സമ്മതിക്കാൻ പറ്റില്ല, അങ്ങനെ ഇടപെടുന്നതാണ്. അപ്പോൾ അഹങ്കാരം ശമിപ്പിച്ചു. ദേവമാതാവാണ് അതിഥി. അതിഥി, ഇന്ദ്രൻ എന്നിവരുടെ അപേക്ഷപ്രകാരമാണ് വിഷ്ണു അവതാരം എടുത്തത്. ഈ സ്വർഗവാസികൾ കൊതിക്കുന്ന സുതലത്തിലേക്കാണ് അയച്ചത്. അവിടെ മഹാബലിയുടെ കാവൽക്കാരനാണ് വാമനൻ. ശ്രാവണം ആണല്ലോ ചിങ്ങം. അതെ, ശ്രാവണ മാസം. ശ്രാവണം ലോപിച്ചാൽ ഓണം നാകാം. ഓണം നാകാം. അപ്പോൾ ബുദ്ധൻ, അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായല്ലോ, അതെ, മറ്റേ മരിച്ചോട്ടില്. അതിനുശേഷം ശ്രവണപദത്തിലേക്ക് പ്രവേശിച്ച ദിവസമാണ് തിരുവോണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ പിൽക്കാലത്ത് ബുദ്ധമതവുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. പിന്നെ ക്രിസ്ത്വബ്ദം 4-ാം നൂറ്റാണ്ടിൽ കേരളം എന്ന് പറഞ്ഞ ഭൂവിഭാഗത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃക്കാക്കര. അപ്പോൾ അവിടെ മന്നൻ എന്ന് പറഞ്ഞൊരു രാജാവ് തൃക്കാക്കര ആസ്ഥാനമായിട്ട് ഭരിച്ചതായിട്ട് അലഹബാദ് ലിഖിതങ്ങളിലുണ്ട്. അപ്പോൾ
പിന്നെ ഈ ഭാഗത്ത് നിന്ന് മന്ദാദാവ് എന്ന് പറഞ്ഞൊരാൾ കുരളം എന്ന് പറഞ്ഞൊരു സ്ഥലം ഭരിച്ചിരുന്നതായിട്ട് ഈ അലഹാബാദിലെ അശോക സ്തംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരളം, കേരളം എന്ന് പറയുന്ന സ്ഥലമാണ്. കുരളം എന്ന് പറഞ്ഞൊരു സ്ഥലം മന്ദാദാവ് ഭരിച്ചിരുന്നു. ആ കാലത്ത് സമുദ്രഗുപ്തൻ, ഗുപ്ത സാമ്രാജ്യത്തിലെ സമുദ്രഗുപ്തൻ കേരളം ആക്രമിച്ചു. ആക്രമിച്ച സമയത്ത് നന്നായിട്ട് പോരാടി മന്ദാദാവ്. രണ്ടുപേരും കൂടി സന്ധിയിലെത്തി. സമുദ്രഗുപ്തന് കീഴടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇത് യുദ്ധം പരിസമാപ്തിയിലെത്തിയല്ലോ. ആ പരിസമാപ്തിയിലെത്തിയതിൻ്റെ വിജയാഘോഷമായിട്ടാണ് തിരുവോണം ഇവിടെ മന്ദാദാവ് വിളംബരം ചെയ്തത്. അത് പിന്നീട് ആഘോഷമായി മാറുകയാണ് എന്ന് ആ ലിഖിതത്തിൽ, അലഹാബാദ് ലിഖിതത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് കേരളത്തിൽ ഓണം വന്നത് എന്ന് പറയുന്നുണ്ട്. ഇത്രയുമൊക്കെയാണ് ചരിത്രവുമായിട്ടും ഐതിഹ്യവുമായിട്ടും ബന്ധിച്ച് നമുക്ക് തിരുവോണത്തിനെ പറ്റി പറയുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ ദരിദ്രവാസികളായിരുന്നത് കൊണ്ട് നമുക്ക് ഈ തിരുവോണ ദിവസം ഇത് കൊണ്ടാടേണ്ട ദിവസമാണല്ലോ. അതെ, അന്നൊരു പായസോ ഒരു ഇത്തിരി അരിയും എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് ഉണ്ടാക്കി 2 കറിയും ഒക്കെ വെക്കുന്നതിൻ്റെ ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാൻ. അവർ നടത്തുന്ന ഈ കടം വാങ്ങാനും സാധനം വാങ്ങാനും ഒക്കെ വൈകുന്നേരമൊക്കെ രാവിലെയൊക്കെ കടം മേടിച്ചൊരു പാച്ചിലുണ്ടല്ലോ. അതിൻ്റെ ദിവസമാണ് ഇന്ന് ഉത്രാടപ്പാച്ചിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാത്ത കുറേ വിവരങ്ങളാണ് ചരിത്രവുമായി ബന്ധപ്പെട്ട് സാറ് വിവരിച്ചത്. എന്തായാലും ഈ ഓണത്തിൻ്റെ തലേദിവസം ഉത്രാട ദിനം തന്നെ നമുക്കിതൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.